ഹായ്, ഒരു ബുലുവാല് പിടിച്ചിട്ട് നൈറ്റി കഥയാട്ടാ ഞാനിന്ന് പറയണത്. ദേ കണ്ടില്ലേ, ഇന്ന് രാവിലെ എനിക്ക് സെയിലായിട്ടുള്ള നൈറ്റിയാണ്. അപ്പം ഇത് വാങ്ങിയ കസ്റ്റമർ എന്നോട് പറഞ്ഞു, മോളത് ഒന്ന് സൈഡൊന്ന് ഷേപ്പാക്കി തരണമെന്നല്ല പറഞ്ഞു, ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തുമ്പത്തൂലൂടെ ഒന്ന് അടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർ പറയണം കേട്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പം ആദ്യം ചെയ്തു. അപ്പോൾ അവരിട്ട് നോക്കിയിട്ട് പറഞ്ഞു കുറച്ചും കൂടെ അടിക്കുക, കുറച്ചും കൂടെ വണ്ണം കുറച്ചേക്കുന്നു. പിന്നെയും അടിച്ചു. പിന്നെയും പറഞ്ഞു ഇത് ശരിയായില്ല, കുറച്ചും കൂടെ ഒന്ന് ഷേപ്പ് അടിക്കും. അവർ പറഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അകത്തോട്ട് സ്റ്റിച്ച് മേപ്പോട്ട് വെച്ച് തുടങ്ങിയിട്ട് എടുക്കുമ്പോൾ നോക്കി ഇത്രയും ജോലി എനിക്കിവിടെ ബാക്കി കിടക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു കസ്റ്റമറിനെ ഞാൻ തൃപ്തിപ്പെടുത്താൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആരെയും തൃപ്തിപ്പെടുത്താൻ നോക്കാനേ വെള്ളം കണ്ടില്ല. അവർ പറഞ്ഞ പ്രകാരം അടിച്ചിട്ട് ഇതുപോലെ ഉണ്ടായിരുന്നു പുറമേ. ഇത് കണ്ടപ്പോൾ അവർക്ക് പിന്നെയും ദേഷ്യം വന്നു. എന്നെ വായി വരുന്ന കുറേ വഴക്കും പറഞ്ഞു, ഇങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത്, അത് വെട്ടിയിട്ട് വേണ്ടേ ചെയ്യാൻ. സത്യത്തിൽ ഇവരുടെ അളവിനുള്ളത് എടുത്താൽ പോരെ. അവരത് ചെയ്യാണ്ട് വലിയ അളവിനുള്ളത് എടുത്തിട്ട് എന്നെ ഇങ്ങനെ കൂടി കുറേ വഴക്കുറേ. എനിക്ക് ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. വല്ലതും പറയാൻ പറ്റത്തില്ലല്ലോ, കസ്റ്റമറിനെ നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ, അവരാണല്ലോ നമ്മുടെ അന്നം. പിന്നെ ഞാൻ വന്നിട്ട് ശരിക്കും ഒരു നൈറ്റി വെട്ടി തയ്ക്കണത് അത്രയും എഫേർട്ട് എനിക്ക് ഇതിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, എന്തിനാണ് ഈ പുലിവാല് ഞാൻ പിടിച്ച് വാങ്ങി വെച്ചത്. അവരെവിടാന്ന് വെച്ചാൽ കൊണ്ടുപോയി അടിച്ച് ഷേപ്പാക്കി ഇട്ടേനേലോ. നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും സത്യത്തിൽ വാങ്ങിക്കണതല്ല. പിന്നെ നമ്മൾ ജോലി ചെയ്ത കൂലി വാങ്ങിച്ചിട്ടാണ് ഈ വായിരിക്കുന്ന കേൾക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് 1 രൂപ പോലും ഈ ചെയ്യണതിനൊന്നും നമ്മൾ 1 രൂപ പോലും വാങ്ങുന്നത്. കാരണം അവർ നമ്മുടെ കസ്റ്റമറാണ്, അവരുടെ സന്തോഷമാണ് നമ്മുടെ സംതൃപ്തി. അതുകൊണ്ട് നമ്മൾ അവർക്കൊരു ഫേവർ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ അവസാനം അവർ കമാൻഡ് ചെയ്യാണ്. എത്രയും കസ്റ്റമർ നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഈ വാങ്ങിക്കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്നവർ പിന്നെയും വന്നിട്ട് നമ്മൾ അതൊന്ന് അടിച്ച് തരണേ. ഇത് തന്നെ ഞാൻ എത്ര വട്ടം കസ്റ്റമർ നിൽക്കുമ്പോൾ മാറ്റി വെച്ചിട്ട് പിന്നെ ചെയ്ത, അങ്ങനെയാണ് ഇതിങ്ങനെ അടിച്ച് തീർത്തത്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം വേറെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാൻ. ബൈ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ.